മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ മേയറും എംഎൽഎയും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തു. കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജിബിൻ ജെബിയുണ്ട് വിശദാംശങ്ങളുമായി. ജിബിൻ, ഇത് രണ്ട് കൂട്ടരും കെഎസ്ആർടിസിയും തിരിച്ചും മേയറുടെ ഭാഗത്തു നിന്നുമൊക്കെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടെ യദുവിനെതിരെ മറ്റൊരു പരാതി വന്നു. അപ്പോഴൊന്നും മേയർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നത് വലിയ ആക്ഷേപമായിരുന്നു. ഇപ്പോൾ മേയർക്കും കണ്ടാലറിയാവുന്ന 5 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? അനശ്വര, കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഭർത്താവും സച്ചിൻ ദേവും സഹോദരൻ ഉൾപ്പെടെയുള്ളവർ കാറിൽ സഞ്ചരിക്കവേ കെഎസ്ആർടിസി ഡ്രൈവറായ യദു സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു തർക്കമുണ്ടായത്. തുടർന്ന് മേയറുടെ പരാതിയിൽ യദുവിനെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ യദു നൽകിയ പരാതി, യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും കന്റോൺമെന്റ് പോലീസിലും ഒക്കെ തന്നെ നൽകിയ പരാതിയിന്മേലൊന്നും തന്നെ നടപടി ഉണ്ടാവുകയോ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ഇതിനുശേഷമാണ് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള നോയൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നത്. ഈ കേസിന്മേലാണ് ഇന്ന്, അതായത് കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായത്. മഞ്ചൂർ CJM കോടതിയുടേതായിരുന്നു ആ ഒരു നിർദ്ദേശം. അതിനുശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അത്തരത്തിലൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് ഇപ്പോഴാണ് ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA, അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന മറ്റു 3 പേർ, ആകെ 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിസ്സാരമായ, അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ കെഎസ്ആർടിസി ഡ്രൈവറായിട്ടുള്ള യദുവും തമ്മിലുള്ള ഈ ഒരു തർക്ക വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ, അതായത് ആരുടെ ഭാഗത്താണ് ന്യായം, ആര് പറയുന്നതാണ് ശരിയെന്ന് തെളിയിക്കുന്നതിനുള്ള ഏകമാർഗമായിരുന്ന കെഎസ്ആർടിസിയുടെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന മെമ്മറി കാർഡ് ഉൾപ്പെടെ ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടതും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു. ഇതിനൊക്കെ തന്നെ പിന്നാലെയാണ് കേസുമായി യദു മുന്നോട്ട് പോയത്. ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള നോയലും ബിജു നോയലും അതുപോലെ തന്നെ ഇന്ന് രാവിലെ യദുവും മഞ്ചൂർ കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടി കന്റോൺമെന്റ് പോലീസിന് CJM കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 5 പേർക്ക്, അതായത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ്, അന്ന് വാഹനത്തിലുണ്ടായിരുന്ന സഹോദരൻ, അതുപോലെ തന്നെ കണ്ടാലറിയാവുന്ന മൊത്തം 5 പേർക്കെതിരെയാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ജിബിൻ, കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, തന്റെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ളതായിരുന്നല്ലോ യദു ആരോപിച്ച കുറ്റം. ആ പേരിലാണോ കേസെടുത്തത്, അതോ ആര്യ രാജേന്ദ്രനും ഈ 5 പേർക്കുമെതിരെയുള്ള കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ആരുടെയെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ്? അനശ്വര, ഇതുവരെയും ഈ ഒരു കേസെടുത്തിട്ട് ഇപ്പോൾ വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. നിലവിൽ നമുക്ക് ആരുടെയും പ്രതികരണം ലഭിച്ചിട്ടില്ല. കോടതിയുടെ നിർദ്ദേശം എന്ന് പറയുമ്പോൾ, അതായത് ഈ ഒരു കോടതി നിർദ്ദേശമുണ്ടായിരുന്ന അകാരണമായി സംഘം ചേരൽ, അതുപോലെ തന്നെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ. ഏതു കെഎസ്ആർടിസി ഡ്രൈവറാണ്, അപ്പോൾ കെഎസ്ആർടിസി ബസ് തടയുകയും അതിലുള്ള യാത്രക്കാരെയൊക്കെ തന്നെ അവിടെ ഇറക്കി വിടുകയും ചെയ്തിരുന്നു എന്നുള്ള രീതിയിലാണ് ഇത് പരാതി നൽകിയത്. അതായത് കെഎസ്ആർടിസി ഡ്രൈവർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിനെ പൂർത്തിയാക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഈ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി പുലർച്ചെ 2 മണിയോട് കൂടി തൃശ്ശൂരിലേക്ക് പോകുന്ന കെഎസ്ആർടിസി ബസ്സിലായിരുന്നു ഈ യദു ഡ്രൈവറായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാഹനമാണ് മേയറും ഭർത്താവും തടഞ്ഞു നിർത്തിയ ആളുകളെ ഇറക്കി വിട്ടത് എന്നാണ് യദു നൽകിയ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ അകാരണമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ആളുകളെ ബസ്സിൽ നിന്ന് ഇറക്കില്ല, അത്തരത്തിലുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്നാണ് യദു കോടതിയിൽ നൽകിയിരുന്ന ഹർജിയിൽ പറയുന്നത്. ഇതിന്മേലാണ് നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നതും. പക്ഷേ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ള, ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മേയറിനായിരുന്നാലും അതുപോലെ തന്നെ സച്ചിൻ ദേവ് MLAക്കായിരുന്നാലും മറ്റ് കണ്ടറിയാവുന്ന 3 പേർക്കെതിരെയാണ് വലിയ രീതി, അതായത് നിസ്സാര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. അതായത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഇവർക്ക് 5 പേർക്കെതിരെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, മേയർ കെഎസ്ആർടിസി തർക്കത്തിൽ മേയറും MLAയും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. ജിബിൻ ജെബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.